എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഈ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് പോയ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിപ്പാർച്ചേഴ്സിൻ്റെ ലിസ്റ്റ് കണ്ടറിയാം, ഒരുപാട് ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസലായിട്ട് നമുക്ക് ഇങ്ങനെ കിടക്കണം കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു മാസം തന്നെ ഞാൻ ബുക്ക് ചെയ്ത മൂന്നാമത്തെ ഫ്ലൈറ്റാണത്. കാരണം ഞാൻ ആദ്യം ബുക്ക് ചെയ്ത് എത്തിഹാദായിരുന്നു, അതിനുശേഷം ഞാൻ ബുക്ക് ചെയ്ത് ഖത്തർ എയർവേസ് ആയിരുന്നു, അതിനുശേഷം ഞാൻ ബുക്ക് ചെയ്തതാണ് എമിറേറ്റ്സ്. അപ്പോൾ ആ എമിറേറ്റ്സ് ഫ്ലൈറ്റിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാണ്ട് അത് എടുക്കുകയാണ് ചെയ്തത്. പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 20-ാം തീയതി ബുക്ക് ചെയ്തത് അവരുടെ ഓപ്പറേഷണൽ റീസൺസ് കാരണം അവരെനിക്കത് 19-ാം തീയതിക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് സംഭവിച്ചത്. പക്ഷേ എന്നാലും 19-ാം തീയതി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 20-ാം തീയതി എത്തുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വെയിറ്റ് ചെയ്തു. ഈ മൂന്നാമത്തെ ഫ്ലൈറ്റിനും പ്രശ്നം വരാണെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടിക്കറ്റ് എടുത്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് പിന്നെ മുൻപിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതും കൂടി ഞാനൊരു ട്രൈ എടുത്തു, പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒന്നുകൂടി നോക്കി നോക്കാമെന്ന് കരുതി. ഭാഗ്യത്തിന് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു, അത് എടുത്തു. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് അപ്പോൾ തന്നെ പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു രീതിയിലുള്ളത് എടുത്തു തന്നു. പിന്നെ എമിറേറ്റ്സിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യം, അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഒരു 4 മണിക്കൂറാണ് എനിക്ക് കൊച്ചിയിൽ നിന്ന് ദുബായിക്ക് ട്രാവൽ ഉണ്ടായിരുന്നത്. ഞാൻ ഒരു ദുബായിൽ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ദുബായ് മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം ഇങ്ങനെ ഒഴിഞ്ഞ കസേരകളും കാര്യങ്ങളൊന്നും ഒരിക്കലും ദുബായ് എയർപോർട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയുണ്ടാവില്ല. കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ആ ഒരു സ്ഥലത്ത് ആളുകൾ ട്രാവൽ ചെയ്യാത്ത കാരണം നമുക്ക് ഒഴിഞ്ഞ ഒരുപാട് ഗേറ്റുകളും ഒരുപാട് കസേരകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് 20-ാം തീയതി പോകേണ്ടത് 19-ാം തീയതിക്ക് മാറ്റിയത് കൊണ്ട് എനിക്ക് അവർ ഹോട്ടലും കാര്യങ്ങളൊക്കെ വൗച്ചറും അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹോട്ടൽ ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഫുഡും അവരെനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എമിറേറ്റ്സിൽ തന്നെ ദുബായ് കണക്റ്റിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഒരു ബസ്സിൽ നമ്മൾ ആ ഒരു ഹോട്ടലിലേക്ക് അവർ കൊണ്ടുപോകും. ആകെ 10 മിനിറ്റ് മാത്രമേ ആ ഒരു ബസ്സിൽ പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അവിടെ പോയി അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു റൂമിൽ എൻ്റെ ബാഗ് വെക്കാനൊക്കെ ആയിട്ട് പോയി. ഇതാണ് എനിക്ക് ഈ ഒരു എമിറേറ്റ്സ് പ്രൊവൈഡ് ചെയ്ത കോപ്തോൺ ഹോട്ടലിലത്തെ ആ ഒരു റൂം വരുന്നത്. അപ്പോൾ ഇവിടെ ആയിരുന്നു എനിക്ക് ആ ഒരു സ്റ്റേ. അപ്പോൾ ഞാൻ ഈ ഒരു റൂമും കാര്യങ്ങളൊക്കെ അധികം യൂസ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ പുറത്ത് പോവുകയാണ് ചെയ്തത്. കാരണം ഈ ഒരു വിസ നമുക്കൊരു ട്രാൻസിറ്റ് വിസ കിട്ടും 48 മണിക്കൂറിൻ്റെ ഈ ഒരു ഹോട്ടലിൽ സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആ യൂസ് ചെയ്ത് പുറത്ത് പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ എൻ്റെ ഫ്രണ്ട് ക്രിസ്റ്റിനെ അനിറ്റേനും ഞാൻ ഈ ദുബായിക്ക് വരുന്ന കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതുമാതിരി ദുബായ് വന്നപ്പോൾ ഇവരാണ് എന്നെ ഈ ഒരു ദുബായ് കാര്യങ്ങളൊക്കെ കറങ്ങി കാണിച്ചു തന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വരുന്ന സമയമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോട്ടലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ വന്നിട്ട് എന്നെ പിക്ക് ചെയ്ത് ഞങ്ങൾ ആദ്യം തന്നെ പോയത് ദുബായ് മാളിലേക്കാണ്. ദുബായ് മാള് ഓൾറെഡി കഴിഞ്ഞ വർഷം കണ്ടിട്ടുള്ളതാണെങ്കിലും കുറച്ച് സേഫായിട്ട് നമുക്ക് കണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ബുർജ് ഖലീഫ. അപ്പോൾ അവിടെ ഈദ് മുബാറക്കിൻ്റെ ആ ഒരു കറക്റ്റ് ദിവസത്തേക്കാണ് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഈദിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ബുർജ് ഖലീഫയിൽ അവിടെ നിന്ന് കണ്ടു. പിന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ എടുത്തില്ല, കാരണം കഴിഞ്ഞ വർഷം ഓൾറെഡി ഞാൻ ദുബായിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ആ ഒരു ദുബായിൻ്റെ മൊത്തത്തിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദുബായിൻ്റെ നമ്മൾ ഈ ഒരു ബുർജ് ഖലീഫയും ആ ഒരു ദുബായ് മാളാണ് ഞങ്ങൾ ആദ്യം തന്നെ കണ്ടത്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് ദുബായ് ക്രീക്ക് ഹാർബറിലേക്കാണ് പോയത്. ദുബായിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം കാണാത്ത മറ്റൊരു സ്ഥലമാണ് ദുബായ് ക്രീക്ക് ഹാർബർ. അത് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ബോംബെയിൽ നമ്മൾ ആ നരിമാൻ പോയിന്റിലൊക്കെ കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു വ്യൂ കിട്ടും, അകലെയുള്ളൊരു വ്യൂ. ആ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റിയത്. പക്ഷേ ഈ ഒരു വ്യൂക്ക് ഒരു പ്രത്യേകതയുണ്ട്, നല്ല ലൈറ്റ് ഇട്ട് ബുർജ് ഖലീഫയും കാര്യങ്ങളൊക്കെ നമുക്ക് അകലെന്ന് കാണാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ വന്നപ്പോൾ ദുബായിൽ വന്നപ്പോൾ കാണാത്തൊരു സ്ഥലമായിരുന്നു ദുബായ് ക്രീക്ക്. ഇവർ കണ്ടിട്ടുണ്ട്, എന്നെ കാണിക്കാനായിട്ട് ഇവർ ദുബായ് ക്രീക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ അതും ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ ദുബായിൽ ഒരുവിധം ആളുകൾ ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന ആ സ്ഥലങ്ങളൊക്കെ ഞാൻ ഈ 2 തവണയായിട്ട് കാണാൻ പറ്റി. ഈ ഒരു ദുബായ് ക്രീക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു യാത്രയിൽ എനിക്കുണ്ടായ ഗുണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ദിവസം 19-ാം തീയതിക്ക് മാറിയെങ്കിലും 20-ാം തീയതി പോകേണ്ട 19-ാം തീയതിക്ക് മാറിയെങ്കിലും എനിക്ക് ദുബായ് ഒന്നും കൂടി കാണാനായിട്ടുള്ളൊരു അവസരം കിട്ടി. അതിനുശേഷം ഞങ്ങൾ ദുബായിലുള്ള മാലിക് ഹോട്ടലിൽ ചെന്ന് ഞാൻ കൊള്ളിയും ബീഫാണ് എടുത്തത്. അതുപോലെ തന്നെ അവർ മീൻ പൊള്ളിച്ചതും. അപ്പോൾ ഈ ദുബായിൽ ഒരിക്കലും നാട് മിസ് ചെയ്യില്ല, കാരണം നമുക്ക് നാട്ടിൽ ചെയ്ത ചായ ഫുഡ് ഐറ്റംസ് ഇതൊക്കെ കിട്ടും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയുള്ള കൊള്ളിയും ബീഫൊക്കെയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ അതിനുശേഷം ഇവരെന്നെ ഹോട്ടലിലാക്കി, ആ സെയിം ഹോട്ടലിലാക്കി. കാരണം അവിടെ നിന്നാണ് എന്നെ അവർ ബസ്സിൽ കൊണ്ടുപോകുക. അപ്പോൾ ഞാൻ അധികം വൈകാൻ നിന്നില്ല, ആകെ ഒരു 3 മണിക്കൂറാണ് അവിടെ ഉറങ്ങിയത്. കാരണം എൻ്റെ ഫ്ലൈറ്റ് രാവിലെ 7:30 20-ാം തീയതി. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എല്ലാം ചെക്കിനൊക്കെ ചെയ്തിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനൊരു മെസ്സേജ് വന്നത്, മിസൈലിൻ്റെ ത്രെറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ നോർമലാണെന്നുള്ള രീതിക്കുള്ള മെസ്സേജ് വന്നു. അതിനുശേഷമാണ് അവർ ബോർഡിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 7 മണിക്ക് ബോർഡിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഫ്ലൈറ്റിൽ എല്ലാവരും കയറിയിരുന്നു. പക്ഷേ 7:30 ഫ്ലൈറ്റ് പോകേണ്ടത് ടെക്നിക്കൽ റീസൺസ് കാരണം അവർ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ഈ ഒരു മിസൈലിൻ്റെ ത്രെറ്റ് വന്നുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും എന്നുള്ള രീതിക്ക് അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ ഞാൻ നോർമലി പേടിയായി, കാരണം ഈ ഒരു ഫ്ലൈറ്റ് യാത്ര ഇനി പതുക്കെ ക്യാൻസൽ ആവും അങ്ങനെയുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു 9 മണിയായപ്പോൾ ഫ്ലൈറ്റ് എടുത്തു. കാരണം ഞാനൊരു ഉറങ്ങി എണീറ്റപ്പോഴും ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷം 9 മണിക്ക് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും, ഇത് ദുബായിൽ നിന്ന് ആ ഒരു ഹോർമൂസ് കടലെടുക്കൊക്കെ കണ്ടില്ല, ആ വഴിയല്ല പോണത്. ഇത് കറങ്ങി റിയാദ് സൗദിയുടെ മുകളിൽ കൂടെ പോയിട്ടാണ് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോണത്. ഞാൻ ജസ്റ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് പുഷ്പ 2 സിനിമയൊക്കെ കണ്ട്
ഒരു 8 മണിക്കൂർ യാത്രയുണ്ട്. ഒന്ന് ഉറങ്ങി അങ്ങനെ എൻജോയ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. കാരണം വേറെ നമുക്ക് ഫ്ലൈറ്റിലൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അതിനുശേഷം പതുക്കെ എണീറ്റപ്പോഴേക്കും ഏകദേശം ഫ്രാങ്ക്ഫൂട്ട് എത്താറായിട്ടുണ്ടായിരുന്നു. ഫ്രാങ്ക്ഫൂട്ട് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ ട്രെയിൻ കിട്ടാനായിട്ട് അവിടേക്കുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഒരു ബസ് എടുത്തു. അതിനുശേഷം ഞാനൊരു ഹൈ സ്പീഡ് ട്രെയിനിലാണ് പോയത്. കാരണം ഒരു 19-ാം തീയതി തുടങ്ങിയ യാത്ര ആയതുകൊണ്ട് സ്പീഡിലുള്ള ട്രെയിൻ എടുത്ത് ഞാൻ അങ്ങനെ ജർമ്മനിക്ക് എത്താണ് ചെയ്തത്. ഈ യാത്രയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബായ്.